അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനുള്ളത് ഉറുദു ഗ്രാമറാണ്. ഈ വർഷത്തെ ഗുൽസാർ ഉറുദുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട ഉറുദു ഗ്രാമറിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ആണ് ഈ വർഷത്തെ ഉറുദു ഗ്രാമറിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധയോടുകൂടെ ഞാൻ സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ വളരെ ഗൗരവത്തോടുകൂടെ തന്നെയാണ് ഈ ക്ലാസ്സുകൾ എടുക്കാറുള്ളത്. പ്രധാനമായും നമുക്ക് സംശയങ്ങൾ വരുന്ന പല വിഷയങ്ങളും ഈ വർഷമാണ് നമ്മൾ ഗുൽസാറിലൂടെ പഠിക്കാനിരിക്കുന്നത്. നിങ്ങൾക്ക് കാലങ്ങളോളമായി പല കാര്യങ്ങളുടെയും ഉപയോഗങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ വരവ്, എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്, എപ്പോൾ വരും എപ്പോൾ വരില്ല, അങ്ങനെ ചില കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ, ഇതൊക്കെ കാലങ്ങളോളമായിട്ടുള്ളൊരു സംശയങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിഹാരം നമുക്ക് ഈ വർഷം കാണണം. ഈ ഗുൽസാർ നിങ്ങൾ കൃത്യമായി പഠിക്കുകയും ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും എല്ലാ കാര്യങ്ങളും ഹൃദ്യസ്ഥമാക്കുകയും ഇനി വരുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചതെല്ലാം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ, ഈ വർഷം പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഉറുദു ഗ്രാമാറ്റിക്കലി 100ൽ 90% അതിൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയും. ബാക്കി 10% മാത്രമേ നിങ്ങൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലെയും ഉറുദുവിൽ നമ്മൾ പഠിച്ചിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ വർഷത്തെ ഗുൽസാർ ഉറുദുവിലുള്ള പാഠം മുസ്തഖ്ബിൽ ഓർ മുളാരിയും മുസ്തഖ്ബിലും ആണ്. സബക് ഒന്നാമത്തെ പാഠം. ഉറുദുവിൽ മുസ്തഖ്ബിലിനും മുളാരിനും വ്യത്യസ്ത അർത്ഥങ്ങളാണുള്ളത്. അഥവാ സാധാരണ നമ്മൾ അറബിയിൽ മുളാരി ആയൊരു ഫിഅൽ അഥവാ ഫഅല യഫ്അലു എന്ന് പറയുകയാണെങ്കിൽ അവൻ പ്രവർത്തിച്ചു എന്ന മാളി മുളാരി ആകുമ്പോൾ പ്രവർത്തിക്കും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്ന അർത്ഥമാണ് ആയിത്തീരുന്നത് എങ്കിൽ, ഉറുദുവിൽ ഈ വിഷയത്തിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഉറുദുവിൽ മുളാരി ആയ ഒരു ഫിഅലിൻ്റെ അർത്ഥം വരുന്നത് അവൻ ചെയ്യട്ടെ, അവൻ പോട്ടെ, അല്ലെങ്കിൽ അവൻ ചെയ്യും എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ മുസ്തഖ്ബിലാണെങ്കിൽ അവൻ ചെയ്യും എന്നർത്ഥം മാത്രം. ഇതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ആ സീഗയിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. മുളാരി ആയൊരു ഫിഅലിനുള്ള ഉദാഹരണമാണ്, മുളാരി മഅറൂഫ് ആയൊരു ഫിഅലിനുള്ള ഉദാഹരണമാണ് വോ കരേ. വോ കരേ എന്നുള്ള ഫിഅൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ അതിൻ്റെ അർത്ഥം? അവൻ ചെയ്യട്ടെ. കർണ എന്നതിനെ എന്താക്കി? കരേ എന്നാക്കി. മജ്ഹൂലായൊരു ഫിഅൽ എടുത്ത് നോക്കുക. വോ കിയാ ജായേ, അവൻ ചെയ്യപ്പെടട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ മുസ്തഖ്ബിൽ മുത്ലഖായ ഒരു ഫിഅൽ, അതിൻ്റെ അർത്ഥം എങ്ങനെ വരിക? അവൻ ചെയ്യും. ഉദാഹരണത്തിന് വോ കരേഗ. നിങ്ങൾ പലപ്പോഴായി പരിചയിച്ച ഒരു സീഗ തന്നെ ആയിരിക്കും ഇത്. വോ കരേഗ. അല്ലെങ്കിൽ അതിൻ്റെ മജ്ഹൂലായിട്ട് വരികയാണെങ്കിൽ വോ കിയാ ജായേഗ. ഇനി മുസ്തഖ്ബിൽ ഇസ്തിംറാരിയുടെ ഉദാഹരണം. മുസ്തഖ്ബിൽ ഇസ്തിംറാരി എങ്ങനെയായിരിക്കും? അവൻ ചെയ്തുകൊണ്ടിരിക്കും. എന്താ അർത്ഥം? അവൻ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് അർത്ഥം വരിക. അപ്പം അത്തരത്തിലുള്ള ഒരു ഫിഅൽ പറയാൻ പറഞ്ഞാൽ എന്താണ് അതിനുള്ള ഉദാഹരണം? വോ ആത്താ രഹേഗ. എന്താ അതിനുള്ള ഉദാഹരണം? വോ ആത്താ അല്ലെങ്കിൽ അതിൻ്റെ മജ്ഹൂലായിട്ട് വോ കിയാ ജാത്താ രഹേഗ. അവൻ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അവൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. വോ ആത്താ രഹേഗ, അവൻ വന്നുകൊണ്ടിരിക്കും
എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ കായിക ഒന്ന് ശ്രദ്ധിക്കൂ. ഫിയൽ, ഒരു ഫിയൽ जो आने वाले ज़माने में होने के मायना देता है. ആനെ വാലേ സമാനമേ, എന്താ ആനെ വാലേ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാലത്തിൻ്റെ അർത്ഥമാണ് ദേത്താഹെ നൽകുന്നത് എങ്കിൽ ഉസ്കോ അങ്ങനത്തെ ഫിയലിനെ എന്ത് വിളിക്കും? മുസാരി യാ മുസ്തഖ്ബിൽ കഹ്തേ ഹെ. വരാനിരിക്കുന്ന കാലത്തിൻ്റെ അർത്ഥമാണ് നൽകുന്നത് എങ്കിൽ അതിന് മുലാരി എന്നോ മുസ്തഖ്ബിൽ എന്നോ പറയും. വോ തീൻ കിസ്മേ ഹെ. ഇത് 3 കിസ്മുകളാണ്. ഏതൊക്കെയാണ്? മുലാരി, മുസ്തഖ്ബിൽ മുത്തലഖ്, മുസ്തഖ്ബിൽ ഇസ്തിമ്രാരി. ഇങ്ങനെ 3 ഐറ്റംസ് ആണുള്ളത്. അപ്പോൾ ഇനി എങ്ങനെയാണ് മുലാരി എടുക്കുക അല്ലെങ്കിൽ മുസ്തഖ്ബിൽ എടുക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ മറുപടി പറയാം? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. വോ കരേ എന്നുള്ള ആ ഫിയൽ, വോ കരേ എന്നുള്ള ആ ഫിയൽ അതിൻ്റെ മസ്ദർ എന്താണ്? കർണ. എന്താണ്? കർണ. ആന, കർണ. ആ കർണ എന്നുള്ളത് നമ്മൾ എന്താ ആക്കിയത്? കരേ എന്നാണ് ആക്കിയത്. എന്താക്കിയത്? കരേ എന്നാണ് ആക്കിയത്. കർണ എന്നുള്ളത് കരേ എന്നാക്കിയപ്പോൾ എന്താണ് വ്യത്യാസം വന്നത്? എന്താ വ്യത്യാസം വന്നത്? കർണ എന്നുള്ളത് കരേ എന്നാക്കിയപ്പോൾ എന്താ വ്യത്യാസം വന്നത്? കർണ എന്നതിലെ മസ്ദറിൻ്റെ അടയാളമായ നാ കളഞ്ഞ ശേഷം എ എന്ന് സിയാദത്താക്കി, അല്ലേ? എ എന്ന് സിയാദത്താക്കി. ഇനി അതിൻ്റെ ഖായിദ ഒന്ന് ശ്രദ്ധിക്കൂ. ജിസ് മുതഅദ്ദി ഫിഅൽ का मजहूल बनाना है उसके पहले उसका माजी मुतलक बनाएं, उसके बाद उस माजी मुतलक में जाना മസ്ദർ മിലാ दें. ഇവിടെ പറയുന്നത് ഇനി മറ്റൊരു കാര്യമാണ്. അഥവാ നമ്മളിവിടെ മുതഅദ്ദിയായ ഫിഅലിനെയും പരിചയപ്പെടുത്തി, മജ്ഹൂലായ ഫിഅലിനെയും പരിചയപ്പെടുത്തി. അപ്പോൾ മജ്ഹൂലായ ഫിഅലുകളെ എങ്ങനെ ഇപ്പോൾ ഇതെടുക്കണത്? എങ്ങനെ എടുക്കണത് ശ്രദ്ധിച്ചോ. വോ കരേ എന്നുള്ളതിനെ മജ്ഹൂലാക്കിയപ്പോൾ വോ കിയാ ജായേ എന്നാണ് ആയത്. എന്തായത്? വോ കിയാ ജായേ എന്നാണ് ആയത്. കരേ എന്നുള്ളതിന് കിയാ ജായേ എന്നാക്കിയപ്പോൾ നിങ്ങൾ എന്തൊക്കെയായാലും ശ്രദ്ധിച്ചു. കരേ എന്നുള്ള ഫിയലിൻ്റെ മാളിയാണേത്? കിയാ എന്നുള്ളത്. കാരണം കരേ എന്നതിൻ്റെ മസ്ദർ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എന്താണ്? കർണ എന്നതാണ്. കർണ എന്നതിൻ്റെ മാളിയായ കിയ എന്നെടുത്തു. എന്നിട്ട് മുലാരിൻ്റെ സീഗയായ മുലാരിൻ്റെ ഫോമായ ജായേ, എ എന്നുള്ള ആ ജാന, ആ മസ്ദറിൻ്റെ അലാമത്തായ നൂന് കളഞ്ഞതിന് ശേഷം എ എന്ന് ചേർത്തു. അങ്ങനെ വോ കിയ ജായേ, ജാന എന്ന് ചേർത്ത് കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ മജ്ഹൂൽ എടുത്തത്. അങ്ങനെ തന്നെയല്ലേ? മറ്റൊരു ഉദാഹരണം നോക്കൂ. വോ കരേഗ എന്നുള്ള അവിടെ എന്താക്കിയത്? വോ കിയാ ജായേഗ, വോ കിയാ ജായേഗ. അവിടെ കിയ എന്നുള്ള മാളി എടുത്തു, അതിൻ്റെ കൂടെ എന്ത് ചേർത്തു? ജാനയുടെ മുസ്തഖ്ബിലായ ഫോം ചേർത്ത് കൊടുക്കുകയും ചെയ്തു. അല്ലേ? സംഗതി ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതേപോലെ മറ്റൊരു ഉദാഹരണം പറയാൻ കഴിയുമോ? വോ ഖായേഗ, വോ ഖായ. ഖാന എന്നതിൻ്റെ മാളി എന്താണ്? ഖായ. അപ്പം എങ്ങനെ അതിൻ്റെ മജ്ഹൂൽ എടുക്കുക? വോ ഖായ ജായേഗ, വോ ഖായ ജായേഗ. എന്താ അതിൻ്റെ അർത്ഥം? തിന്നും തിന്നപ്പെടും. ഇനി ഗാന, ഗാന പറഞ്ഞാൽ എന്താണ് അർത്ഥം? പാട്ട് പാടുക. വോ ഗായ എന്ന് പറഞ്ഞാൽ അവൻ പാട്ടുപാടി. വോ ഗായേഗ, വോ ഗായേ ഗായേഗ, വോ ഗായേ പാട്ട് പാടും, പാട്ട് പാടട്ടെ. മുലാരി ഗായേഗ മുസ്തഖ്ബിൽ. വോ ഗായേ അതിൻ്റെ മജ്ഹൂൽ എങ്ങനെ എടുക്കുക? വോ ഗായ ജായേഗ, വോ ഗായ ജായേഗ, ഗായ ജായേഗ. അങ്ങനെയാണ് അതിൻ്റെ മജ്ഹൂൽ എടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഖായിദ ഒന്ന് ശ്രദ്ധിക്കൂ.
ജിസ് മുതഅദ്ദി ഫേൽ ക മജ്ഹൂൽ ബനാന ഹെ. ഏതൊരു മുതഅദ്ദിയായ ഫേലിൻ്റെ മജ്ഹൂലാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, പെഹ്ലെ ഉസ്ക മാസി മുത്ലഖ് ബനായി, ആദ്യമായിട്ട് അതിൻ്റെ മാളി മുത്ലഖ് എടുക്കുകയും ഉസ്കെ ബാദ് അതിനുശേഷം മാളി മുത്ലഖ് എടുത്ത ശേഷം, മാളി മുത്ലഖ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയമാവുണ്ടോ? കർണ എന്നതിൻ്റെ മാളി മുത്ലഖാണെന്ത്? വോ കിയ എന്നുള്ളത്. എന്ത്? വോ കിയ. അതിൻ്റെ കൂടെ ഹേന്നോ താന്നോ ഒന്നും ചേർക്കാതെ വെറും കിയ എന്നുള്ളത്. അപ്പോൾ ആദ്യം ഒരു ഫേലിൻ്റെ മജ്ഹൂൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുതഅദ്ദിയായ ഫേലിൻ്റെ മജ്ഹൂൽ എടുക്കാൻ ഉദ്ദേശിച്ചാൽ അതിൻ്റെ മാളി മുത്ലഖ് എടുക്കണം. അപ്പോൾ കർണ എന്നതിൻ്റെ കിയ എന്നെടുത്തു. എന്നിട്ടോ ഉസ്കെ ബാദ് അതിന് ശേഷം ഉസ് മാസി മുത്ലഖ് ആ മാളി മുത്ലഖിൽ ജാന മസ്ദർ മിലാതെ, ജാന എന്നുള്ള മസ്ദറും കൂടെ കൂട്ടി കൊടുക്കുക. വോ കിയ ജാന എന്ന് പറഞ്ഞാൽ അത് മജ്ഹൂലായി, മജ്ഹൂലായ മസ്ദറായി. തോ ഉസ് ഫേൽ കാ മസ്ദർ മജ്ഹൂൽ ബൻ ഗയ. അപ്പോൾ ജാന എന്നുള്ള ഫേല് ആ മാളി മുത്ലഖായ കിയ എന്നതിനോട് കൂടെ ചേർത്താൽ, കിയ ജാന എന്ന് പറഞ്ഞാൽ ആ ഫേലിനെ പറ്റി എന്താ നമ്മൾ പേര് വിളിക്കുക? എന്താ അതിന് പേരിട്ട് കൊടുത്തിരിക്കുന്നത്? മസ്ദർ മജ്ഹൂൽ. എന്താണ് അതിൻ്റെ പേര്? മസ്ദർ മജ്ഹൂൽ. ഇനി ഫിയൽ മുലാരി മുസ്തഖ്ബിൽ के अलावा दूसरे मानों के लिए भी इस्तेमाल होता है. ഇത് പ്രത്യേകം വേറൊരു കാര്യം പറഞ്ഞതാണ്. ഫിയൽ മുലാരി മുസ്തഖ്ബിലിൻ്റെ അർത്ഥത്തിനല്ലാതെ മറ്റു പല അർത്ഥങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹ് തോഫിയൊക്കെ ദേ, ആ ഒരു ദുആ ആണ്, അഥവാ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ. ഇനി ഉസ്താദ് കുട്ടികളെ വിളിക്കാണ്, ബച്ചേ ലോഗ് ആയേ, ബച്ചേ ലോഗ് ആയേ. എന്താ അതിൻ്റെ അർത്ഥം? കുട്ടികൾ വരട്ടെ, എല്ലാവരും വരട്ടെ. ഉസ്താദിൻ്റെ ഒരു ഓർഡറാണത്. ഉസ്താദ് കുട്ടികളെല്ലാവരും വരട്ടെ 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 അങ്ങനെ പറയാലോ, ആയേ. അല്ലെങ്കിൽ സിയാദ് ആയേ, അഷ്മിൽ അഷ്റഫ് ആയേ, അഷ്മിൽ അഷ്റഫ് വരട്ടെ, ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. നിക്കൽ ആയേ, अपने ക്ലാസ് റൂം സെ നിക്കൽ ആയേ, തൻ്റെ ക്ലാസ് റൂമിൽ നിന്നും പുറത്തേക്ക് വരട്ടെ. അതൊരു ഓർഡറാണ്. അങ്ങനെ വ്യത്യസ്തമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് മുലാരി ഉപയോഗിക്കാറുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? എങ്ങനെയാണ് മുലാരി മുസ്തഖ്ബിലുകൾ വരിക എന്ന് പഠിച്ചു. അതിൻ്റെ അർത്ഥങ്ങൾ എങ്ങനെയൊക്കെ വരാം എന്ന് ചെറുമട്ടത്തിൽ മനസ്സിലാക്കി. അതുപോലെ എന്താണ് മുലാരി, എന്താണ് മുസ്തഖ്ബിൽ എന്നും പഠിച്ചു. അതുപോലെ എത്തരത്തിലാണ് ഇതിൻ്റെ മജ്ഹൂൽ എടുക്കുക എന്നും പഠിച്ചു. ഒരു ഫീലിൻ്റെ മസ്ദർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുലാരി എടുക്കണം എന്നുണ്ടെങ്കിൽ എന്താക്കിയാൽ മതി? ആ മസ്ദറിനെ പിടിച്ചിട്ട് മുലാരി ആക്കിയാൽ മതി. അപ്പം നമ്മളിവിടെ കിയ ജാന എന്നുള്ള മസ്ദർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ജാനയെ മുലാരി ആക്കിയാൽ എന്താകും? മുലാരി മജ്ഹൂലായിത്തീരും അല്ലേ? അപ്പോൾ വോ കിയ ജായേ എന്ന് പറയുമ്പോൾ എന്താകും? മുലാരി മജ്ഹൂലായിത്തീരും. അതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ പാഠം മുസ്തഖ്ബിൽ ഓർ മുസാരി എന്നുള്ള ആദ്യത്തെ സബക്, പെഹ്ലാ സബക് 1 അതിൽ പഠിച്ചത്. ഇനി നമുക്ക് മുലാരിയെയും അതിൻ്റെ സറഫ്, അതിൻ്റെ ഗിർദാൻ, അതുപോലെ അതിൻ്റെ മറ്റ് അർത്ഥങ്ങൾ, എന്തൊക്കെ അർത്ഥങ്ങളാണ് വരുന്നത് എന്ന് വിസ്തരിച്ച് പഠിക്കലാണ് ഇനി ബാക്കി. അത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് പ്രത്യേകം പഠിക്കണം, ശ്രദ്ധിച്ച് പഠിക്കണം. കൂടാതെ നിങ്ങൾ അടുത്ത പീരീഡിലേക്ക് വരുമ്പോഴേക്ക് മുലാരിനും മുസ്തഖ്ബിലിനും ഇസ്തിംറാരിക്കും നിങ്ങൾ 5 വീതം ഉദാഹരണങ്ങൾ, മുലാരി ഒരു ഫീല് 5 ഫീലുകൾ എടുക്കുക, അതിൻ്റെ മുലാരി എടുക്കുക, മുസ്തഖ്ബിൽ മുത്ലഖ് എടുക്കുക, മുസ്തഖ്ബിൽ ഇസ്തിംറാരി എടുക്കുക. അങ്ങനെ 5 ഫീലുകളെ ഇത്തരത്തിൽ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ അത് അയക്കണം. എങ്ങനെ അയക്കണം എന്നുള്ളത് ഞാൻ ഗ്രൂപ്പിലൂടെ അറിയിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.